എഡ്യൂക്കേഷനും ഡ്രഗ്സും തമ്മിൽ എന്താ ബന്ധം? സ്കൂളുകളിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഒരുപാട് പേര് ഡ്രഗ്സിന് അഡിക്റ്റ് ആണെന്ന് കേരള പോലീസ് തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സ്റ്റേജിലുമൊക്കെ ഡ്രഗ്സിൻ്റെ യൂസേജ് വളരെയധികം കൂടുതലാണ്. ഇതിന് കാരണമായി കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് ടെൻഷനാണെന്നാണ്. മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഡ്രഗ്സിൻ്റെ യൂസേജ് വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം അവർക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഒരുപാടാണ്, അവർക്ക് പ്രാക്ടിക്കൽ സെഷൻസ് കൂടുതലാണ്, അവർ ഉറക്കമൊഴിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരുമ്പോഴാണ് ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ ഡ്രഗ്സിൻ്റെ യൂസേജ് ഒക്കെ കൂടുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഡ്രഗ്സിൻ്റെ യൂസേജ് കുറയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ടെൻഷൻ ആകുന്ന അവസ്ഥകളിൽ നിന്ന് കുട്ടികളെ ഫ്രീ ആക്കുക എന്ന് പറയുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനും അവർക്ക് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരങ്ങളൊക്കെയാണ് നമ്മൾ നൽകേണ്ടത്. അല്ലാതെ ചെറിയ പ്രായത്തിലെ ഇതുപോലുള്ള ടെൻഷനിലേക്കൊക്കെ വിട്ടുകൊണ്ട് അവർക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം നമ്മൾ അവരിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ഡ്രഗ്സിനെ ഒന്നും ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. യുവതലമുറയോട് സംസാരിക്കുന്ന സമയത്ത് അവർ പങ്കുവയ്ക്കുന്ന ആശങ്കകൾ ഇതൊക്കെ തന്നെയാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കണം, അവർക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് അംഗീകരിക്കാത്ത ഒരു മുതിർന്ന തലമുറയുടെയുണ്ട്. ആ തലമുറ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു ലോകക്രമത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടതെന്നും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു ലോകക്രമത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്നും അല്ലാതെ പുതിയൊരു ലോകക്രമത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയേണ്ട എന്നുമൊക്കെയാണ്. ഇങ്ങനെ പറയുന്ന ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായും പുതിയ തലമുറ വഴിതെറ്റി പോകുന്നതിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല.